ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാവരും ഞാൻ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നാം എല്ലാവരും സമ്പത്ത് ഉണ്ടാക്കിയെടുക്കുന്നതിനായി പരിശ്രമിക്കാറുണ്ടെങ്കിലും എല്ലാവരും സാമ്പത്തിക മേഖലയിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പലരും സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും പലരും ദാരിദ്ര്യത്തിൽ നിന്ന്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം പ്രാപിക്കാറുമില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. വെൽത്ത് ക്രിയേഷൻ, വെൽത്ത് മാനേജ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളിൽ നമുക്കൊക്കെ പ്രായോഗികമായിട്ടുള്ള ആധികാരികമായിട്ടുള്ള അറിവുകൾ ലഭിക്കാത്തത് ഇവയുടെയൊക്കെ ഒരു മുഖ്യ കാരണമാണ്. സമ്പത്തിനെ സംബന്ധിച്ച് ചില പ്രകൃതി നിയമങ്ങളും മൂല്യമേറിയ ചില പ്രിൻസിപ്പിൾസും ഒക്കെ ഉണ്ട്. അവ മനസ്സിലാക്കി പ്രാവർത്തികമാക്കുന്നവർക്ക് ഹാർഡ് വർക്ക് കൂടാതെ സ്മാർട്ട് വർക്കിലൂടെ തന്നെ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയെടുക്കുവാൻ സാധിക്കും. ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ധാരാളം പുസ്തകങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. അതുകൂടാതെ ധാരാളം നല്ല ട്രെയിനിങ്ങുകളും ഇപ്പോൾ ലഭ്യമാണ്. വെൽത്ത് മാനേജ്മെന്റിനെ കുറിച്ചും അബണ്ടൻസ് ക്രിയേഷന്റെ പ്രിൻസിപ്പിൾസ് വിശദീകരിക്കുന്ന മൂല്യമേറിയ ഒരു പുസ്തകമാണ് ദ റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ. ജോർജ് എസ് ക്ലാസൻ രചിച്ച ദശലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞ ഈ പുസ്തകം ഇന്നും മില്യനയേഴ്സ് ബൈബിൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ പുസ്തകത്തിൽ വിശദീകരിച്ചിരിക്കുന്ന വെൽത്ത് മാനേജ്മെന്റിന്റെയും അബണ്ടൻസ് ക്രിയേഷന്റെയും കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ് ഇന്നത്തെ ദിവസം ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഈ വീഡിയോയുടെ ആദ്യം മുതൽ അവസാനം വരെ വെൽത്ത് ക്രിയേഷന്റെ ചില പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. അവസാനം അവ ഒന്നുകൂടി എടുത്തു പറയുന്നുമുണ്ട്. 7 പ്രിൻസിപ്പിൾസ് ആണ് അവസാനം ഞാൻ എടുത്തു പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അതിൽ കൂടുതൽ പ്രിൻസിപ്പിൾസ് ഈ വീഡിയോയിലുണ്ട്. അവ ഏതെന്ന് തിരിച്ചറിഞ്ഞ് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ആദ്യം ശരിയായ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യുന്ന 3 പേർക്ക് ആകർഷകമായ സമ്മാനങ്ങൾ നൽകുന്നു. കൂടാതെ അതിനുശേഷമുള്ള 10 പേർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകുന്നു. സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയുടെ ഇടയ്ക്ക് വ്യക്തമാക്കുന്നുണ്ട്. ശ്രദ്ധയോടെ കേൾക്കുമല്ലോ. യൂഫ്രട്ടീസ് നദിക്കരയിൽ സ്ഥിതി ചെയ്തിരുന്ന പഴയ ബാബിലോൺ സാമ്രാജ്യം സാമ്പത്തിക സാംസ്കാരിക മേഖലകളിൽ നമ്പർ 1 ആയിരുന്നു. ആ നഗരവുമായി ബന്ധപ്പെടുത്തി ചില ഉപമകളിലൂടെയാണ്, ചില കഥകളിലൂടെയാണ് ഗ്രന്ഥകാരൻ സമ്പത്തിനെ സംബന്ധിച്ച വിജ്ഞാനം നമുക്ക് പകർന്നു നൽകുന്നത്. അദ്ദേഹത്തിന്റെ ഉപമകളിലൂടെ തന്നെ ഇക്കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിശദമാക്കാം. ബാബിലോൺ നഗരത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തിയായിരുന്നു അർഖാദ്. ഭരണാധികാരികൾക്ക് പോലും പലപ്പോഴും സാമ്പത്തിക ആവശ്യങ്ങൾക്ക് സമീപിക്കേണ്ടി വരുന്ന ഒരു ധനാഢ്യൻ. അദ്ദേഹം സമ്പന്നനായിരുന്നുവെങ്കിലും വളരെ ഉദാരമതിയുമായിരുന്നു. മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ, ചാരിറ്റി ചെയ്യുന്ന കാര്യത്തിൽ ഒന്നും അദ്ദേഹം യാതൊരു പിശുക്കും കാണിച്ചിരുന്നില്ല. എത്രയേറെ പണം ചിലവഴിച്ചാലും അതിനിരട്ടിയായി അദ്ദേഹത്തിന്റെ സമ്പത്ത് വളർന്നു വന്നുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ബാല്യകാലത്തിലെ സഹപാഠികളായിരുന്നു ബാബിലോണിലെ രഥനിർമ്മാതാവായ ബെൻസീറും സംഗീതജ്ഞനായ കോബിയും. ഇവർ രണ്ടുപേരും തങ്ങളുടെ തൊഴിൽ മേഖലകളിൽ നല്ല വൈദഗ്ധ്യം ഉള്ളവരായിരുന്നു. പക്ഷേ രാപകൽ അധ്വാനിച്ചിട്ടും രണ്ടു കൂട്ടർക്കും ദാരിദ്ര്യം ഒഴിഞ്ഞ നേരമില്ല. എന്നും കഷ്ടപ്പാടുകൾ തന്നെ. ഒരു ദിവസം കോബി ബെൻസീറിന്റെ വീട്ടിലെത്തിച്ചേർന്നു. 2 ഷെക്കൽസ് കടം വാങ്ങുന്നതിനായിരുന്നു അദ്ദേഹം അവിടെ എത്തിച്ചേർന്നത്. ബെൻസീർ അയാളോട് പറഞ്ഞു, എന്റെ പക്കൽ ഒരു ചില്ലിത്തൊട്ട് പോലുമില്ലാത്ത അവസ്ഥയാണ് എന്ന്. അവർ അവിടെ ഇരുന്ന് തങ്ങളുടെ കഷ്ടപ്പാടുകളെക്കുറിച്ചും ദുരിതങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു. സംസാരത്തിനിടയ്ക്ക് ആ നഗരത്തിലെ ധനാഢ്യനായ തങ്ങളുടെ പഴയ സഹപാഠിയായിരുന്ന അർഖാദിനെ കുറിച്ചും അവർ പരാമർശിച്ചു. അവർ പരസ്പരം പറഞ്ഞു, നമ്മോടൊപ്പം ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചിരുന്ന വ്യക്തിയാണ് അർഖാദ്. നമ്മെപ്പോലെ തന്നെ ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട അംഗം. നാം എല്ലാവരും ബാല്യകാലത്തിൽ ഒരേപോലെ പഠിച്ചു, കളിച്ചു. പഠനത്തിലോ മറ്റു കാര്യങ്ങളിലൊന്നുമോ അർഖാദ് നമ്മേക്കാൾ കേമനായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അർഖാദ് അതിസമ്പന്നനായി തീർന്നിരിക്കുന്നു, നാമോ ദാരിദ്ര്യത്തിലും. എന്തായിരിക്കും ഇതിന് പിന്നിലെ രഹസ്യം? അർഖാദ് ഇപ്പോഴും തങ്ങളോട് ചങ്ങാത്തം തുടരുന്നതിനാൽ ഇതിന് പിന്നിലെ രഹസ്യം അദ്ദേഹത്തോട് തന്നെ ചോദിക്കാമെന്ന് അവർ തീരുമാനിച്ചു. അടുത്ത ദിവസം അവർ അദ്ദേഹത്തെ ചെന്ന് കണ്ടു. ഇക്കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അദ്ദേഹം മറുപടി പറഞ്ഞു, നമ്മൾ തമ്മിൽ ചെറുപ്പത്തിൽ വേർപിരിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇതുവരെയും സമ്പത്തുണ്ടാക്കുവാൻ സാധിച്ചില്ല. കഷ്ടിച്ച് കഴിഞ്ഞുകൂടുന്നതിനുള്ള വക മാത്രമേ സമ്പാദിക്കുവാൻ സാധിക്കുന്നുള്ളൂ എങ്കിൽ സമ്പത്തുണ്ടാക്കുന്നതിനുള്ള ചില നിയമങ്ങൾ
ചില തത്വങ്ങൾ നിങ്ങൾക്ക് അറിയുവാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവ പ്രാവർത്തികമാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞാനവ നിങ്ങളോട് പറഞ്ഞു തരാം. മൈൻഡ് ഗ്ലോ ഫൗണ്ടേഷന്റെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാവരും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മൈൻഡ് മാസ്റ്ററി, പബ്ലിക് സ്പീക്കിംഗ്, 21 ഡേയ്സ് മിറക്കിൾ മോർണിംഗ് പ്രാക്ടീസ്, ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം, പേഴ്സണൽ കോച്ചിങ്, മെന്ററിംഗ് തുടങ്ങി നിരവധി കോഴ്സുകൾ ഞങ്ങൾ നടത്തി വരുന്നുണ്ട്. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബേഴ്സിന്, മോട്ടിവേഷണൽ വാട്സാപ്പ് ഗ്രൂപ്പ് മെമ്പേഴ്സിനൊക്കെ ഈ കോഴ്സുകളുടെ ഫീസുകളിൽ ഇളവ് അനുവദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൗൺസിലിംഗ് സംബന്ധമായ സേവനങ്ങൾ എറണാകുളത്തുള്ള ഞങ്ങളുടെ ഓഫീസിൽ ലഭ്യമാണ്. കൗൺസിലിംഗും കോഴ്സുകളും ഒക്കെ ഓൺലൈനിലും ഓഫ്ലൈനിലും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുമല്ലോ. ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ ഇപ്പോൾ ഒന്ന് പറയാം: 8289984221. നമുക്ക് വീഡിയോയിലേക്ക് തിരികെ വരാം. അർക്കാദ് തന്റെ പഴയ സഹപാഠികളോട് സംസാരിക്കുവാൻ തുടങ്ങി. പഠനത്തിന് ശേഷം സമ്പത്ത് ഉണ്ടാക്കിയെടുക്കണം എന്ന ശക്തമായ ആഗ്രഹം എന്നിൽ നിറയുവാൻ തുടങ്ങി. കാരണം പണം എന്നാൽ പവർ ആണ്, അധികാരമാണ്. പണമുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും സാധ്യമാണ്. എൻ്റെ ജീവിതത്തിൽ മറ്റ് സമ്പന്നരായിട്ടുള്ള വ്യക്തികളെ അസൂയയോടെ നോക്കിക്കാണുന്ന ഒരു വ്യക്തിയായി തീരാതെ, ജീവിതത്തിൽ കഷ്ടപ്പെട്ട് രണ്ടറ്റവും കൂട്ടുമുട്ടിക്കുന്ന ഒരു വ്യക്തിയായി തീരാതെ, ഒരു വലിയ ധനികൻ ആയിത്തീരണമെന്ന് ഞാൻ ഉറച്ച തീരുമാനമെടുത്തു. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി: എൻ്റെ ആഗ്രഹം സാധിച്ചെടുക്കണമെങ്കിൽ സമയം ശരിയായി വിനിയോഗിക്കണം, ശരിയായിട്ടുള്ള അറിവുകൾ നേടിയെടുക്കണം എന്ന്. നിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ, നിങ്ങളുടെ ലൈഫിലെ വിലയേറിയ സമയം നിങ്ങൾ ധാരാളം പാഴാക്കി കളഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ആവശ്യമായിട്ടുള്ള നല്ല അറിവുകൾ നിങ്ങൾ നേടിയെടുത്തിട്ടുമില്ല. നമ്മുടെ ടീച്ചർ നമ്മോട് പറഞ്ഞിട്ടില്ലേ, അറിവുകൾ 2 തരമുണ്ട് എന്ന്. ഒന്ന്, നാം ഇപ്പോൾ പഠിച്ചിട്ടുള്ള, നമുക്ക് അറിയാവുന്ന അറിവുകൾ. 2, ട്രെയിനിങ്ങിലൂടെയും മറ്റും ലഭിക്കുന്ന നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ. അതിനാൽ നമ്മെ ആരും പഠിപ്പിക്കാത്ത ധനസമ്പാദനത്തിനുള്ള അറിവ് നേടിയെടുക്കുവാൻ ഞാൻ തീരുമാനിച്ചു. സമ്പത്തുണ്ടാക്കുന്നതിനായി ഞാൻ ഒരു ജോലി നേടിയെടുത്തു. കളിമൺ ഫലകങ്ങളിൽ എഴുതുന്ന ഒരു ജോലി. പക്ഷേ രാവും പകലും ഞാൻ അധ്വാനിച്ചിട്ടും എനിക്ക് കഴിഞ്ഞുകൂടുന്നതിനുള്ള വക മാത്രമാണ് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചത്. ധനികനായി തീരുവാൻ സാധിക്കുന്നില്ല. കിട്ടുന്ന പണമെല്ലാം ഭക്ഷണം, വസ്ത്രങ്ങൾ, മറ്റ് കാര്യങ്ങൾ തുടങ്ങിയവയ്ക്കുള്ളത് മാത്രമേ ഉള്ളൂ എന്ന അവസ്ഥ. ഒരു ദിവസം അൽ ഗാമിഷ് എന്ന സമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തി ഞാൻ വർക്ക് ചെയ്യുന്ന സിറ്റി മാസ്റ്ററുടെ ഓഫീസിൽ എത്തിച്ചേർന്നു. 9th ലോയുടെ ഒരു പകർപ്പ് അദ്ദേഹത്തിന് പകർത്തി എഴുതി ലഭിക്കണം. 2 ദിവസത്തിനകം അത് പകർത്തി കൊടുത്താൽ എനിക്ക് ഇനാമായി 2 ചെമ്പുതൊട്ടുകൾ നൽകാമെന്ന് അദ്ദേഹം ഓഫർ ചെയ്തു. ഞാൻ സമ്മതിച്ചു. പക്ഷേ 2 ദിവസം കൊണ്ട് എനിക്ക് ആ വർക്ക് പൂർത്തിയാക്കുവാൻ സാധിച്ചില്ല. അദ്ദേഹം എന്നോട് ദേഷ്യപ്പെട്ടു. ശാന്തനായപ്പോൾ ഞാൻ അദ്ദേഹത്തെ സോപ്പിട്ടു: ഞാൻ ഇന്ന് രാത്രി മുഴുവൻ വർക്ക് ചെയ്ത് നാളെ രാവിലെ അത് പൂർത്തിയാക്കി തരാം. അതിന് പകരമായി അദ്ദേഹത്തെ പോലെ സമ്പന്നനാകുന്നതിനുള്ള രഹസ്യം എന്നെയും പഠിപ്പിച്ചു തരാമോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം സമ്മതിച്ചു. പറഞ്ഞതുപോലെ അടുത്ത ദിവസം അദ്ദേഹം എത്തിച്ചേർന്നു. ഞാൻ വർക്ക് പൂർത്തിയാക്കി അദ്ദേഹത്തിന് നൽകി. അദ്ദേഹം പ്രോമിസ് ചെയ്തതുപോലെ വെൽത്ത് ക്രിയേഷന്റെ പ്രിൻസിപ്പിൾസ് എന്നെ പഠിപ്പിക്കുവാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, സമ്പത്തിലേക്കുള്ള രാജപാതയുടെ ആരംഭത്തിനായി ഞാൻ ചെയ്ത ആദ്യത്തെ കാര്യം, ഞാൻ ഉണ്ടാക്കുന്ന പണത്തിന്റെ ഒരു വിഹിതം ആദ്യം എനിക്കായി മാറ്റിവെക്കുക എന്നുള്ളതായിരുന്നു. നീയും അങ്ങനെ ചെയ്യണം. അതെങ്ങനെയെന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം വിശദീകരിച്ചു: നീ വസ്ത്രങ്ങൾ വാങ്ങുവാൻ വേണ്ടി പണം നീക്കി വെക്കുന്നുണ്ടല്ലോ, ചെരുപ്പുകൾ വാങ്ങുവാൻ വേണ്ടി പണം നീക്കി വെക്കുന്നുണ്ടല്ലോ, ഭക്ഷണത്തിന് വേണ്ടി പണം നീക്കി വെക്കുന്നുണ്ടല്ലോ, നീ മറ്റെല്ലാത്തിനും വേണ്ടി പണം മാറ്റിവെക്കുന്നുണ്ട്. നിനക്ക് വേണ്ടി മാത്രം ഒരിക്കലും നീ പണം മാറ്റിവെക്കാറില്ല. മറ്റുള്ളവർക്ക് വേണ്ടി പണം ഉണ്ടാക്കുവാനായി നീ ഒരു സ്ലേവിനെ പോലെ അധ്വാനിക്കുന്നു, കഷ്ടപ്പെടുന്നു. നീ ഓരോ മാസവും ഏൺ ചെയ്യുന്നതിൻ്റെ 10% നിനക്കായി, സേവിങ്സിനായി നീക്കി വെക്കണം. ബാക്കിയുള്ളത് മറ്റു കാര്യങ്ങൾക്കായി ചിലവഴിക്കാവൂ. പേ യുവർ സെൽഫ് ഫസ്റ്റ്. റിച്ചസ്റ്റ് ആയിട്ടുള്ള വ്യക്തികളുടെ ഒരു സ്വഭാവ സവിശേഷതയാണ് അവർ ആദ്യം തങ്ങളുടെ വരുമാനത്തിന്റെ 10% സേവിങ്സിനായി നീക്കിവെക്കും, ബാക്കിയുള്ളത് ചിലവഴിക്കൂ. എന്നാൽ മറ്റുള്ളവരാകട്ടെ വരുമാനം ലഭിക്കുമ്പോൾ ആദ്യം സ്പെൻഡ് ചെയ്യും, പിന്നീട് എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ സേവ് ചെയ്യുവാൻ നോക്കും. അങ്ങനെയുള്ളവർക്ക് സേവ് ചെയ്യുവാൻ ഒരിക്കലും ഒന്നും കാണാറില്ല. ചിലവുകൾ ബാക്കിയുള്ള
90% നിർത്തുവാൻ പരിശീലിക്കണം. നല്ല സേവിങ്സ് ഉണ്ടാകുന്നത് വരെ ആഡംബരങ്ങൾ ഒഴിവാക്കി വരുമാനത്തിനകത്ത് ചിലവ് കഴിക്കുവാൻ നീ ശീലിക്കണം. നീ സേവ് ചെയ്യുന്ന ഓരോ പണവും നിനക്കായി സ്ലേവിനെ പോലെ വർക്ക് ചെയ്ത് നിനക്ക് സമ്പത്താകുന്ന മരം വളർത്തിയെടുക്കുവാൻ സാധിക്കും. ഞാൻ ചോദിച്ചു, അതെങ്ങനെയാണ്? നീ സേവ് ചെയ്യുന്ന ഓരോ പണവും വളർച്ച ലഭിക്കുന്ന എന്തെങ്കിലും സംരംഭത്തിലോ പദ്ധതികളിലോ ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ നിന്റെ സേവിങ്സും അതിൽ നിന്നുള്ള വരുമാനവും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. ഇത്രയും പറഞ്ഞു തന്നതിന് ശേഷം അൽഗമിഷ് പോയി. പിന്നീട് 1 വർഷം കഴിഞ്ഞാണ് അദ്ദേഹം എൻ്റെ അടുക്കൽ എത്തിച്ചേരുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, കുഞ്ഞെ, നീ എൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചോ എന്ന്. ഞാൻ പറഞ്ഞു, യെസ്. സേവ് ചെയ്ത പണം എന്ത് ചെയ്തു എന്ന് അദ്ദേഹം ചോദിച്ചു. അത് വിലയേറിയ മുത്തുകൾ വാങ്ങുന്നതിന് എൻ്റെ ഒരു യാത്രികനായ സുഹൃത്തിനെ ഏൽപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം ആ സുഹൃത്തിനെ കുറിച്ച് അന്വേഷിച്ചു. അതിനുശേഷം പറഞ്ഞു, നിന്റെ ആ പണം നിനക്ക് നഷ്ടമാകും. കാരണം മുത്തുകളെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലാത്തയാളെയാണ് നീ മുത്തുകൾ വാങ്ങുവാൻ പണമേൽപ്പിച്ച് ചുമതലപ്പെടുത്തിയത്. അദ്ദേഹം പറഞ്ഞത് ശരിയായിരുന്നു. എൻ്റെ സുഹൃത്തിനെ മുത്തുകൾക്കു പകരം മുത്തു പോലെയുള്ള ഗ്ലാസ് കഷ്ണങ്ങൾ നൽകി വ്യാപാരികൾ കബളിപ്പിച്ചു. എൻ്റെ ആ പണം നഷ്ടമായി. അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഉപദേശങ്ങൾ പലരിൽ നിന്നും ലഭിക്കും, പക്ഷേ ഓരോ മേഖലയിലും വർത്തായ അറിവുള്ളവരുടെ അഡ്വൈസ് മാത്രമേ നാം സ്വീകരിക്കാവൂ. വീണ്ടും ശ്രമിക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. 2 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടി. എൻ്റെ പ്രോഗ്രസ് അദ്ദേഹം അന്വേഷിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ സേവിങ്സ് ഞാൻ ഇത്തവണ നല്ല വൈസ് ആയി ഡിപ്പോസിറ്റ് ചെയ്തു. ഒരു ഷീൽഡ് മേക്കർക്ക് ബ്രോൺസ് വാങ്ങുവാനായി ഞാൻ ആ പണം കൊടുത്തു. ഓരോ ക്വാർട്ടറിലും അദ്ദേഹം എനിക്ക് ലാഭവിഹിതം നൽകി വരുന്നു എന്ന്. അദ്ദേഹം പറഞ്ഞു, വെരി ഗുഡ്. ആ ലാഭവിഹിതം കൊണ്ട് നീ എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു, ഞാൻ ആ ലാഭവിഹിതം കൊണ്ട് അടിച്ചു പൊളിക്കും. ഗുഡ് ഹണി, സ്പെഷ്യൽ വൈൻ തുടങ്ങിയവയൊക്കെയുള്ള പാർട്ടികളിൽ ഞാൻ പങ്കെടുക്കും, കേക്ക്സ് വാങ്ങിക്കും. അങ്ങനെ ഞാൻ ആ പണം മുഴുവൻ ചിലവഴിക്കും എന്ന് അൽഗമിഷ് മറുപടി പറഞ്ഞു. നീ നിന്റെ ഗ്രോ ചെയ്യുന്ന വെൽത്ത് ആകുന്ന ആ മരത്തെ വെട്ടുകയാണ് ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ചെയ്യാൻ പോകുന്നത്. നിനക്ക് ലഭിക്കുന്ന ആ ലാഭവിഹിതവും നിനക്കായി വീണ്ടും പണമുണ്ടാക്കുവാനായി സ്ലേവിനെ പോലെ വർക്ക് ചെയ്യണം. അവ സ്പെൻഡ് ചെയ്യാതെ നീ അവ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്ത് ആ ചെമ്പുതൊട്ടുകളെ ഗോൾഡ് കോയിൻസ് ആക്കി മാറ്റിയെടുക്കണം. നിനക്കായി സ്ലേബുകളെ പോലെ വർക്ക് ചെയ്ത് നിനക്ക് വരുമാനം ഉണ്ടാക്കുന്ന നിരവധി കാര്യങ്ങൾ നിനക്ക് ലഭിക്കുന്ന ലാഭവിഹിതവും സേവിങ്സും കൊണ്ട് നീ ചെയ്യണം. അങ്ങനെ നിന്റെ ഹാർഡ് വർക്ക് കൂടാതെ തന്നെ റെഗുലറായി ഇൻകം വരുന്ന നിരവധി സോഴ്സുകൾ നീ ഉണ്ടാക്കിയെടുത്താൽ നീ റിച്ച് ആയിത്തീരും. അതിനുശേഷം നിനക്ക് ലൈഫ് എൻജോയ് ചെയ്യാം, അടിച്ചു പൊളിക്കാം. അദ്ദേഹം അന്ന് തിരിച്ചുപോയി. വീണ്ടും 2 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം എന്നെ കണ്ടുമുട്ടി. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്ന സമ്മാന പദ്ധതിയിലെ സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ ഞാൻ വ്യക്തമാക്കാം. ശരിയായ ഉത്തരങ്ങൾ ആദ്യം കമൻറ്റ് ചെയ്യുന്ന 3 പേർക്ക് 4000 രൂപ രജിസ്ട്രേഷൻ ഫീസുള്ള ഞങ്ങളുടെ 21 ഡേയ്സ് മിറക്കിൾ മോർണിംഗ് പ്രാക്ടീസ് ഓൺലൈൻ കോഴ്സ് സൗജന്യമായി പങ്കെടുക്കുവാൻ അവസരം നൽകുന്നു. അതുകൂടാതെ ശരി ഉത്തരവയക്കുന്ന ആദ്യ 10 പേർക്ക് പ്രോത്സാഹന സമ്മാനമായി ഞാൻ രചിച്ച 275 രൂപ വിലയുള്ള മനസ്സുണർത്തു വിജയത്തിലേക്ക് എന്ന പുസ്തകം സൗജന്യമായി അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുമ്പോൾ വാട്സാപ്പ് നമ്പർ കൂടി രേഖപ്പെടുത്തുവാൻ ഓർമ്മിക്കുമല്ലോ. താങ്ക് യു. അദ്ദേഹം പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം ഞാൻ നടപ്പിലാക്കിയതിനാൽ അദ്ദേഹം ഏറെ സന്തോഷവാനായി തീർന്നു. എനിക്ക് ഒരു വലിയ ഭാഗ്യവും അപ്പോൾ ലഭിച്ചു. എന്നെ അദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റിൻ്റെ പാർട്ട്ണർ ആക്കി തീർത്തു. അദ്ദേഹത്തിൻ്റെ മരണശേഷം എനിക്ക് നിയമപ്രകാരം അതിൽ ഒരു ഓഹരിയും സ്വന്തമായി ലഭിച്ചു. ഈ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരുന്നവരിൽ ഒരാൾ ചോദിച്ചു, താങ്കൾക്ക് എസ്റ്റേറ്റ് ലഭിക്കുക എന്ന ഒരു ഭാഗ്യം കൂടി ലഭിച്ചത് കൊണ്ടല്ലേ താങ്കൾക്ക് ഇത്രയും സമ്പന്നനായി തീരുവാൻ സാധിച്ചത്? അർക്കാദ് മറുപടി പറഞ്ഞു, ഭാഗ്യം ലഭിക്കണമെങ്കിൽ അതിനുള്ള അർഹതയുണ്ടായിരിക്കണം. ആവശ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെയാണ് ഭാഗ്യവും കടാക്ഷിക്കുന്നത്. സമ്പന്നനാകുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഞാൻ ആത്മാർത്ഥമായി മുഴുകിയിരുന്നതിനാലാണ് എനിക്ക് ആ ഓപ്പർച്യൂണിറ്റി ലഭിച്ചത്. അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് അദ്ദേഹം എന്നെ പരിഗണിക്കുകയില്ലായിരുന്നു. ദ റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ എന്ന പുസ്തകത്തിലെ അബണ്ടൻസ് ക്രിയേഷൻ്റെ കുറച്ച് പ്രിൻസിപ്പിൾസ് മാത്രമേ എനിക്ക് ഇപ്പോൾ നിങ്ങളോട് പറയുവാൻ സാധിച്ചിട്ടുള്ളൂ. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. 1, നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന സമയം
ഒരിക്കലും അനാവശ്യമായി പാഴാക്കരുത്. 2, നാം ഏൺ ചെയ്യുന്നതിൽ മാത്രം നമ്മുടെ സ്പെൻഡിങ് നിർത്തുവാൻ പരിശീലിക്കണം. 3, പേ യുവർ സെൽഫ് ഫസ്റ്റ്. ഏണിങ്സിന്റെ 10% നമുക്കായി സേവ് ചെയ്യുക. 4, ആധികാരികമായ അറിവുള്ളവരിൽ നിന്ന് മാത്രമേ ഉപദേശങ്ങൾ നാം സ്വീകരിക്കാവൂ. 5, പണം വർദ്ധിപ്പിക്കുവാൻ ശരിയായ പഠന നിരീക്ഷണങ്ങൾ കൂടാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് എന്തെങ്കിലും പദ്ധതികളിൽ പണം നിക്ഷേപിച്ചാൽ ആ പണം നഷ്ടമാകുവാൻ സാധ്യതയുണ്ട്. 6, നാം സേവ് ചെയ്യുന്ന തുകയും അവയുടെ ലാഭവിഹിതവും വീണ്ടും വരുമാനം നൽകുന്ന നല്ല നല്ല പദ്ധതികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ വെൽത്ത് ആകുന്ന ആ ട്രീ വളർത്തി വലുതാക്കി കൊണ്ടുവരിക. 7, ശരിയായ രീതിയിൽ ഓരോ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെയാണ് ഭാഗ്യവും കടാക്ഷിക്കുന്നത്. അലസന്മാരെ ഭാഗ്യം ഒരിക്കലും കടാക്ഷിക്കാറില്ല. ലോട്ടറി എടുക്കാതെ ലോട്ടറി അടിക്കാറില്ലല്ലോ. ഇക്കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നടപ്പിലാക്കാം. സമ്പത്തിന്റെ രാജപാതയിലേക്ക് നമുക്ക് എല്ലാവർക്കും പ്രവേശിക്കാം. സമ്പത്തിന്റെ രാജപാതയിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങളെ സഹായിക്കുന്ന മറ്റു ചില വിലയേറിയ പ്രിൻസിപ്പിൾസ് കൂടി ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. വീഡിയോയുടെ നീളം കൂടുമെന്നതിനാൽ ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതാണ്. അതിനായി വെയിറ്റ് ചെയ്യുക. ഇന്നത്തെ ദിവസം വിനസേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ്, നിങ്ങളൊക്കെ അഭിനന്ദിക്കുകയാണ്. എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാ നേട്ടങ്ങളും ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ദീർഘായുസ്സും സന്തോഷവും എല്ലാം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും കമൻസ് രേഖപ്പെടുത്തണമെന്നും ഷെയർ ചെയ്യണമെന്നും ഏറ്റവും സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. പുതിയ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.